നമസ്കാരം. ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനമായിട്ടാണ് അറിയപ്പെടുന്നത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി പേടിയും ആശങ്കയും ഉളവാക്കുന്ന ഒന്നാണ്. എന്താണ് ക്യാൻസർ? നമ്മളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിന്നോ ടിഷ്യൂവിൽ നിന്നോ കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളർന്ന് അവിടെ ഒരു ട്യൂമർ രൂപപ്പെട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കാത്തത്? ക്യാൻസറുകൾ പലതരത്തിലാണ്. കാർസിനോമകൾ, അതായത് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ കുടലിൽ നിന്നും ഉണ്ടാകാവുന്ന എപ്പിത്തീലിയൽ സെല്ലുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസറുകളെ നമ്മൾ കാർസിനോമകൾ എന്ന് പറയുന്നു. അസ്ഥികളിൽ നിന്നും അതുപോലെ തന്നെ പേശികളിൽ നിന്നും കൊഴുപ്പുകളിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസറുകളെ നമ്മൾ സാർക്കോമകൾ എന്ന് പറയുന്നു. രക്താണുക്കളിൽ നിന്നും അതുപോലെ തന്നെ നമ്മളുടെ മജ്ജയിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസറുകൾ നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്നു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയിൽ നിന്നുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്യാൻസറുകളെ നമ്മൾ ലിംഫോമകൾ എന്നും പറയുന്നു. ഓരോ ക്യാൻസറുകൾക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പല തരത്തിലായതുകൊണ്ട് തന്നെ ഇന്ന ലക്ഷണം ഇന്ന ക്യാൻസർ ആവാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ചില ക്യാൻസറുകളുടെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക, അതുപോലെ തന്നെ ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മയൊക്കെ നമ്മൾ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. ചില ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ പരിശോധനകൾക്ക് വിധേയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ക്യാൻസറുകൾ കണ്ടുപിടിക്കുവാനായിട്ടും അതിന് ആവശ്യമായ ചികിത്സകൾ നടത്തുവാനായിട്ടും സാധ്യമാവും. നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഭക്ഷണ ക്രമീകരണങ്ങൾ, പുകവലി, മദ്യപാനം, അതുപോലെ തന്നെ അമിതമായ പൊണ്ണത്തടി, അതുപോലെ തന്നെ അമിതമായ ഭാരം, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷനുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷനുകൾ ഒക്കെ ഉണ്ടാകുന്നവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് ക്യാൻസറുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്യാൻസറുകൾക്ക് സാധ്യതകളും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിരോധിക്കുവാനായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ സ്ഥിരമായിട്ട് പുകവലിക്കുന്നവരാണ് പുകവലി ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണങ്ങളിൽ നമ്മൾ ഒഴിവാക്കുവാനായിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാക്സിനുകൾ എടുക്കുവാനായിട്ട് ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും അങ്ങനെയുള്ള വാക്സിനുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഈ പരിശോധനകളിലൂടെ തന്നെ നമുക്ക് സ്വയം തന്നെ ഇത് പല രീതിയിൽ കണ്ടുപിടിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ സ്തനാർബുദം ഉണ്ടാവുകയാണെങ്കിൽ അത് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മുഴയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ നമ്മളത് ആശുപത്രിയിൽ പോവുകയും അതിന് വേണ്ട ടെസ്റ്റുകൾ നടത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാൾക്ക് വിട്ടുമാറാത്ത ചുമ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സാധാരണ ചുമയായിട്ട് നമ്മൾ കണക്ക് കൂട്ടാതെ അത് ആശുപത്രിയിൽ പോയി അതിന് വേണ്ട ലക്ഷണങ്ങൾക്ക് അനുസൃതമായ ടെസ്റ്റുകളൊക്കെ നടത്തി യഥാവിധ ചികിത്സകൾ നടത്തിയാൽ നമുക്കൊരു പക്ഷേ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എങ്കിൽ അത് കണ്ടുപിടിക്കുവാനും അതിന് ചികിത്സ കൃത്യമായിട്ട് നടത്തുവാനായിട്ടും സാധിക്കും. അതുപോലെ കുടൽ സംബന്ധമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ വയറ്റിൽ നിന്ന് രക്തം പോവുക മലത്തിനൊപ്പം, അതുപോലെ തന്നെ കറുത്ത നിറത്തിൽ മലം പോവുക. അപ്പോൾ ഈ രക്തം മലത്തിലൂടെ പോകുന്നതാണ് പൈൽസ് ഉള്ളവർക്കും അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് അങ്ങനെയാണ് എന്ന് ചിന്തിച്ചിരിക്കാതെ നമ്മൾ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ട് എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറുകളുടെ പല തല മുതൽ കാല് വരെയുള്ള ഓരോ അവയവത്തിനും പലതരത്തിലുള്ള ലക്ഷണങ്ങളായതുകൊണ്ട് അത് ഇന്നതാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ വരുന്ന ലക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ട് അത് ആശുപത്രിയിൽ പോയി കൃത്യമായിട്ട് അതിൻ്റെ ഓരോ ടെസ്റ്റുകളും നടത്തി നമ്മൾ കൃത്യമായിട്ട് ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിക്കുവാനും അതിനാവശ്യമായ ചികിത്സകൾ നടത്തുവാനും നമുക്കിപ്പോൾ സാധ്യമാണ്. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.